നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പലതരത്തിൽ ഉള്ള വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. മറ്റുള്ളവർക്ക് തീരെ മൂല്യം കൽപ്പിക്കാതിരിക്കുകയും അവനവനിൽ തന്നെ കൂടുതൽ പ്രാധാന്യവും ഇഷ്ടവും തോന്നുകയും ചെയ്യുന്നവരെയാണ് നാർസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ഇവരെ അമിത സ്വാർത്ഥതയുള്ളവർ എന്നും പറയാം. നാർസിസം എപ്പോഴാണ് ഒരു സ്വഭാവ വൈകല്യമായി മാറുന്നത്? അമിതമായി എനിക്ക്, എൻ്റെ, ഞാൻ എന്നുള്ള വാക്കുകൾ ജീവിതത്തിൽ ഭാഗമാക്കുകയും ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് മറ്റു മനുഷ്യരെ മനസ്സിലാക്കാത്ത അവസ്ഥയും നാർസിസം എന്ന് പറയുന്നു. ഒരു നാർസിസ്റ്റ് ഒരിക്കലും യഥാർത്ഥ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയില്ല. ഒരു വിഷമകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാവുകയുമില്ല. തീവ്രമായ ആത്മവിശ്വാസം എപ്പോഴും ഈ കൂട്ടരിൽ പ്രകടമായിരിക്കും. ചെറിയ ഒരു കുറ്റപ്പെടുത്തലോ അവരെക്കുറിച്ചുള്ള വിമർശനമോ ഒന്നും ഇവർക്ക് സ്വീകാര്യമല്ല. ബന്ധങ്ങൾ, സ്കൂൾ, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൽ പല മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇവർ. നാർസിസ്റ്റിക് ഡിസോർഡർ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അവർ അർഹിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളോ പ്രശംസയോ ലഭിക്കാത്തപ്പോൾ പൊതുവെ അസന്തുഷ്ടരായിരിക്കും, നിരാശരുമായിരിക്കും. ചിലപ്പോൾ അവരുടെ ബന്ധങ്ങൾ പൂർത്തീകരിക്കാത്തതായി അവർ കണ്ടെത്തിയേക്കാം. നാർസിസ്റ്റുകൾ പൊതുവെ പ്രകടിപ്പിക്കാറുള്ള സ്വഭാവങ്ങൾ: സ്വന്തം കഴിവുകളെ ഉയർത്തിപ്പറയുകയും അവരിലുള്ള നൂതനകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതും ഈ കൂട്ടരുടെ സ്വഭാവത്തിൽ പ്രകടനമാണ്. ചെറുതായി ഒന്ന് പ്രകോപിപ്പിച്ചാൽ പോലും വളരെ വേഗത്തിൽ ഇവർ ദേഷ്യം വരും. ഒരു പക്ഷേ സ്ഥലബോധമില്ലാതെ ഇവർ ദേഷ്യം പ്രകടിപ്പിക്കും. എപ്പോഴും ഇവരുടെ വികാരപ്രകടനം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഇവരിൽ ഡിപ്രഷൻ്റെയും ഉത്കണ്ഠയുടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ കൂട്ടർ അത് തിരിച്ചറിയുന്നില്ല. എമ്പതി എന്ന വികാരം ഇവർക്ക് കുറവായിരിക്കും. ഇവർക്ക് എളുപ്പത്തിൽ തളർച്ച അനുഭവപ്പെടുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് താനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത ഈ കൂട്ടർക്കുണ്ടാകും. എല്ലായ്പ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നു. അവർക്ക് പ്രത്യേക പരിഗണന കിട്ടാത്തപ്പോൾ ക്ഷമയില്ലായ്മയോ ദേഷ്യമോ പ്രകടിപ്പിക്കും. സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കാനോ മറ്റു മനുഷ്യർ വിഷമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇവർക്ക് കഴിയില്ല.